ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് എന്ത് വലിയ സന്തോഷമാണ് തരാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ആ ഒരു സ്വപ്നം പൂർണ്ണമാകാൻ പോകുകയാണ് എന്നാണ് കാർഡുകൾ പറയുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മ അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിലെ കർമ്മ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്വപ്നം പൂർണ്ണമാക്കാൻ പോവാൻ കാരണമായിരിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും വളരെ താമസിച്ചാണ് ലഭിക്കുന്നത്, പെട്ടെന്നൊന്നും ലഭിക്കത്തില്ല. നിങ്ങളെപ്പോഴും ആ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നു. നിങ്ങളുടെ മിത്രമണ്ഡലിയിലായാലും നിങ്ങളുടെ അടുത്തുള്ളവർക്കായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സന്തോഷമായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവരുടെ ആ ഒരു സന്തോഷം അവർക്ക് പെട്ടെന്ന് ലഭിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു സന്തോഷം ലഭിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി സമയമെടുക്കുന്നു, തടസ്സങ്ങളും വരുന്നു. ലൈഫിൻ്റെ ആ ഒരു റേസിൽ എപ്പോഴും മറ്റുള്ളവരെക്കാളും നിങ്ങൾ എപ്പോഴും പിറകിലോട്ടാണ് ഉള്ളത്. മറ്റുള്ളവർ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു, നിങ്ങൾ പിറകിലോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ജന്മത്തിൻ്റെ ആ ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എന്ത് കാര്യം നടക്കുവാൻ കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് പെർമനൻ്റ് ആയിട്ടായിരിക്കും ലഭിക്കുന്നത്. അല്ലാതെ കുറച്ച് സമയം നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് പിന്നെ അതെടുക്കുന്ന അങ്ങനെ ആയിരിക്കത്തില്ല. അതായത് താമസിച്ചാണെങ്കിലും ലഭിക്കുന്നത് അത് പെർമനൻ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ വീട് റിലേറ്റഡ് ആയിട്ട് എന്തോ ആഗ്രഹം വയ്ക്കുന്നുണ്ട്, അല്ലെ വീട് വയ്ക്കാൻ വേണ്ടി ഒരു വസ്തു വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഉള്ള വീട്ടിൽ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യം ചെയ്യാനോ എന്തോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ഒരു ശ്രമങ്ങൾ പകുതി വെച്ച് തടസ്സപ്പെടുന്നു. ചില സമയം അവസാനത്തെ ഘട്ടത്തിലായിരിക്കും, പക്ഷേ ആ അവസാനത്തെ ഘട്ടത്തിൽ പോലും കാര്യങ്ങൾ തടസ്സപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. അതായത് സെലിബ്രേഷൻ അടുത്ത് വന്നിട്ട് പിന്നെ ആ ഒരു സെലിബ്രേഷൻ തടസ്സപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇവിടെ നിങ്ങളുടെ ആണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും എന്ത് കാര്യമായാലും സെലിബ്രേഷൻ്റെ അടുത്തെത്തിയിട്ട് പിന്നെ അതിൽ തടസ്സം വന്ന് നിന്നു പോകുന്ന അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ സന്തോഷവും നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു ഡിവൈൻ്റെ ആ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ഒരു ടൈമിംഗ് ആവുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെറ്ററായിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതല്ല എന്നുള്ള കാര്യം ദൈവം നേരത്തെ തന്നെ തടസ്സപ്പെടുത്തുന്നു. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ ദൈവം അതിനെ തടസ്സപ്പെടുത്തുന്നു. അത് നിങ്ങളുടെ ലൈഫിൽ നല്ലതാണ്. കാരണം നമുക്ക് മുന്നോട്ട് പോയിട്ട് വീണ്ടും നഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു സന്തോഷം അപ്പം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ദൈവം മനഃപൂർവ്വമായിട്ട് ആ സന്തോഷത്തെ തടസ്സപ്പെടുത്തുന്നു. കാരണം ദൈവത്തിനറിയാം നിങ്ങൾക്ക് എന്ത് നല്ലത് എന്ത് മോശമെന്ന്. പക്ഷെ പിന്നെ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ ലഭിക്കുന്നത് ആ ഒരു സന്തോഷം മുന്നത്തെ സന്തോഷത്തിനെയും കാട്ടി ബെസ്റ്റ് ആയിരിക്കും. അതായത് നിങ്ങളിൽ നിന്ന് എടുത്ത ആ ഒരു സന്തോഷത്തിനെയും കാട്ടി ബെസ്റ്റ് ആയിട്ടുള്ള സന്തോഷമായിരിക്കും ദൈവം തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിനു വേണ്ടിയാണ് ദൈവം എന്നെ അന്ന് തടസ്സപ്പെടുത്തത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ കുറിച്ച് വല്ല പ്ലാനിങ്ങും ചെയ്യുന്നുണ്ട് എന്ന്. അവിടെ പുതിയ ഒരു വീട് വാങ്ങിക്കാനാണെങ്കിലും പുതിയ വീട് വയ്ക്കാനാണെങ്കിലും ഉള്ള വീട് വീണ്ടും പുനർനിർമ്മിക്കാനാണെങ്കിലും ഇത് നല്ല ഒരു സമയമാണ്. ഈ ഒരു വർഷം, അതായത് 2026 എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 2026 നിങ്ങളുടെ ഈ ഒരു വിഷ് ഉറപ്പായിട്ടും പൂർണ്ണമാകും. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യം നടക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ആലോചിച്ച് വിഷമിക്കേണ്ട. നിയറിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഉറപ്പായിട്ടും നടക്കും. ഇവിടെ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും നടക്കും. നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതായത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ സന്തോഷിക്കുക. അതായത് ആത്മാവ് തൃപ്തരാകും നിങ്ങളുടെ. അങ്ങനെ ഒരു സന്തോഷമായിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുമോ അത്രത്തോളം ഈ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെക്കുറിച്ച് മാക്സിമം നല്ലത് മാത്രം നിങ്ങൾ പറയുക. അതായത് നിങ്ങളുടെ വിഷ് എന്താണോ അത് വച്ചിങ്ങനെ പറയുക, എൻ്റെ വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു, ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ താമസമായി കഴിഞ്ഞു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും സംഭവിച്ചതായിട്ട് നമ്മൾ പറയുക. അപ്പോൾ ആ ഒരു സന്തോഷം എത്രയും പെട്ടെന്ന് നമ്മളുടെ അടുത്ത് വരും.
നിങ്ങളുടെ എന്ത് സ്വപ്നമാവട്ടെ അത് ഉറപ്പായിട്ടും പൂർണ്ണമാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും പൂർണ്ണമാകുമെന്ന്. ആ ഒരു ആഗ്രഹത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ എന്ത് വലിയ സ്വപ്നമായിക്കൊള്ളട്ടെ, ഇമ്പോസിബിൾ പോലും പോസിബിൾ ആകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി തൊട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, എന്നിട്ട് നോക്കുക നിങ്ങളുടെ ലൈഫിൽ എന്താണ് നല്ലത് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇവിടെ ചില ആൾക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു മാരേജ് അലയൻസ് വരുന്നില്ല, നല്ലൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇനി റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ അതിൽ പ്രശ്നം ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തായാലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എന്ത് സന്തോഷമായിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് കിട്ടാനുള്ള സമയമാകുമ്പോൾ ആര് എന്തൊക്കെ തടസ്സം സൃഷ്ടിച്ചാലും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യത്തിൽ നിങ്ങൾ അത്രമാത്രം വിശ്വസിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് തടസ്സം പെടുത്തുന്നു നിങ്ങളുടെ എല്ലാ സന്തോഷത്തെ എന്നാണ്. അപ്പോൾ നിങ്ങൾ അവർ ചെയ്യുന്ന ഒന്നും നോക്കണ്ട, ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട്. ആരെന്ത് ചെയ്യുന്നു, ആര് നല്ലത് ചെയ്യുന്നു, മോശം ചെയ്യുന്നു, എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം എപ്പോഴാണോ നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു സമയമാകുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കൊണ്ട് തരിക തന്നെ ചെയ്യും. ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് മാരേജ് നടക്കാത്തതിൻ്റെ ആ ഒരു വിഷമം, ആ ഒരു സമയമാകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാരേജ് നടക്കുക തന്നെ ചെയ്യും. ഇവിടെ നിയറിൽ എല്ലാം നല്ലതായിട്ട് സംഭവിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുന്നോട്ട് സമയം പോകുന്ന അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു വീനസിൻ്റെ ആ ഒരു സ്ഥിതി വളരെ നല്ലതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നമ്മുടെ ആ ഒരു ശുക്രൻ്റെ സ്ഥിതി വളരെ നല്ലതാവും. അപ്പോൾ ഈ ഒരു ശുക്ര ഭഗവാന്റെ ആ ഒരു സ്ഥിതി നല്ലതാവുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല ശുഭകാര്യങ്ങളും നടക്കും. ഇവിടെ പ്രകൃതി നിങ്ങളുടെ ലൈഫിൽ സന്തോഷം തരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ സ്ഥിതികൾ മാറും. അതായത് മോശം സ്ഥിതി മാറി നല്ല സ്ഥിതി ആകും. ഇവിടെ ഇനി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ പ്രകൃതി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. വലിയ ഒരു പ്രശ്നമാണ് നിങ്ങൾ ഈ കഴിഞ്ഞു പോയ സമയത്ത് അനുഭവിച്ചത്. അത്രയും അനുഭവിച്ചില്ലേ, ഇനി കുറച്ചൊന്ന് കാത്തിരുന്നൂടെ? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ വേണ്ടി കുറച്ചൊന്ന് കാത്തിരുന്നൂടെ? ഇവിടെ പ്രകൃതി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സന്തോഷം കാണാനാണ്. അങ്ങനെ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ദൈവം നിങ്ങൾ എന്തൊക്കെ ദുഃഖങ്ങളാണോ അനുഭവിച്ച് അതിന് പകരമായിട്ട് വലിയ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ദുഃഖങ്ങളെല്ലാം നിങ്ങൾ മറക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് മോശം ചിന്തിക്കരുത്. എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്, ഇങ്ങനെ ജീവിക്കുന്നതും കാട്ടി മരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയൊന്നും നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് ഒന്നും ഇനി ചിന്തിക്കാൻ പോകരുത് നിങ്ങൾ. കാരണം നിങ്ങളിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് സന്തോഷമായാലും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയോടുകൂടി നിങ്ങളുടെ ലൈഫിൽ കിട്ടത്തില്ല. അത് കുറച്ച് സമയം നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും മോശം പറയരുത്, ചിന്തിക്കുകയും ചെയ്യരുത്. ഇവിടെ ഒരു സംഘർഷങ്ങളും കൂടാതെ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കണം. അങ്ങനൊരു സന്തോഷം ലഭിക്കുന്ന ആ ഒരു വഴിയിലേക്കാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു സംഘർഷങ്ങളോ ഒന്നും അനുഭവിക്കേണ്ടി വരത്തില്ല. നിങ്ങളുടെ ആഗ്രഹിച്ച ആ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും ഈസി ആയിട്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു ട്രാൻസ്ഫോർമേഷനാണ്. കാരണം പൂർണ്ണമായിട്ടും നിങ്ങളെ ഫിനാൻഷ്യലി സെക്യൂർ ആക്കാനാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ സെക്യൂർ ആയാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ഫാമിലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾ ബാലൻസ് ആവുകയുള്ളൂ. അതായത് ഇനി നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാൻ പാടില്ല നിങ്ങൾ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് വേണ്ടത് ക്യാഷ് ആയിരിക്കും. അപ്പോൾ ക്യാഷ് തന്ന് നിങ്ങളെ ആദ്യം സെക്യൂർ ആക്കും. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി ബാലൻസ് കൊണ്ടുവരും. ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി ആയിട്ടും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടും നിങ്ങൾ ഒരു ബാലൻസ് ഉണ്ടാവുന്ന അവസ്ഥ. ഇനി വേറെ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടി വരരുത്. അതാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ ഇത്രയും കാലം ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിച്ചവരാണ്. ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ദൈവം ഇവിടെ നിങ്ങളെ.
നിങ്ങൾ ആഗ്രഹിക്കുന്ന ശാന്തിയും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതമാണ്. ആ ഒരു ജീവിതം ഉറപ്പായിട്ടും ലഭിക്കും. ഇവിടെ ആ ഒരു കുടുംബത്തിലെ ആ ഒരു വാതാവരണം വളരെ സുഗന്ധം നിറഞ്ഞതായിരിക്കും. അതായത് മുന്നേ ഭയങ്കര വഴക്കും അടിയും ഒക്കെയാണ്. നിങ്ങൾക്ക് എപ്പോഴും കരയാനേ സമയമുള്ളൂ. എപ്പോഴും ദൈവത്തിനോട് പോയി പ്രാർത്ഥിക്കുന്ന അതായിരിക്കും കുടുംബത്തിൽ നല്ല ഒരു സാഹചര്യം ഉണ്ടാക്കി തരണേ എന്ന്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു കുടുംബ സാഹചര്യം നല്ല ഇതായിരിക്കും. മധുരം നിറഞ്ഞ കുടുംബ സാഹചര്യമായിരിക്കും. വഴക്കുകളൊന്നും ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നല്ല രീതിയിൽ പോകുന്ന കുടുംബം. ഇവിടെ മെയിനായിട്ട് മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല കുടുംബത്തിലെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നവും മാറും. പക്ഷെ അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. അത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇത് മനഃപൂർവ്വം ഒരാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആവുന്നതാണ്. കാരണം ഒരു വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കത്തില്ല വീട്ടിൽ കലഹം ഉണ്ടാവണം, എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കണം. അങ്ങനെയൊക്കെ ഒരു വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അതങ്ങനെ ആയി പോകുന്നതാണ്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ ഗ്രഹത്തിൻ്റെ ആ ഒരു സ്ഥിതി ചിലപ്പോൾ മോശം ഭാവത്തിലായിരിക്കാം ഉള്ളത്. അത് കാരണം ആ വ്യക്തി ചുമ്മാ വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നു. അവർക്ക് സ്വയം അറിയത്തില്ല അവർ കാരണം ബാക്കിയുള്ളവർ വേദനിക്കുകയാണ് എന്ന്. പക്ഷെ അവർ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു. ഇവിടെ എന്തായാലും നിങ്ങളുടെ ആ ഒരു കുടുംബത്തിൽ ഇനി സന്തോഷത്തിൻ്റെ ആ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതായത് ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കിപ്പോൾ സമാധാനവും ശാന്തിയും ലഭിക്കുന്നുണ്ട് എന്ന്. അതായത് എൻ്റെ വീട്ടിലെ ആ ഒരു സാഹചര്യം ഇപ്പോൾ സ്വർഗത്തിനെ പോലെ സുന്ദരമായിരിക്കുകയാണ്. അങ്ങനെ തോന്നും നിങ്ങൾക്ക്. അതായത് ഒരു കൊടുങ്കാറ്റ് വന്ന് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ആദ്യം ഒന്ന് ഉലയ്ക്കും. അതായത് കൊടുങ്കാറ്റ് വന്ന് എല്ലാം ഒന്ന് ഉലയ്ക്കത്തില്ലേ, അതേപോലെ ഉലച്ചിട്ട് പിന്നെ ആ ഒരു കൊടുങ്കാറ്റ് പോകുന്ന അവസ്ഥ അതേപോലെയാണ് നിങ്ങളുടെ ആ ഒരു കുടുംബ സാഹചര്യത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ആദ്യം ഭയങ്കരമായിട്ടൊരു മോശ സാഹചര്യം ഉണ്ടായിട്ട് പിന്നെ ആ ഒരു മോശ സാഹചര്യം മാറി നല്ല പീസും സമാധാനവും നല്ല സന്തോഷവും നിറഞ്ഞ സാഹചര്യമാകും. അതായത് ഒരു കാര്യം മോശമായിട്ട് പിന്നെ റീകവർ ആവത്തില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ദൈവമേ, എൻ്റെ ലൈഫിൽ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കുറവ് ഇനി എനിക്ക് ഒരിക്കലും കാണേണ്ടി വരരുത്. അത്രമാത്രം ഞാൻ അനുഭവിച്ചു ആ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള കുറവ് എന്ന് നിങ്ങൾ പലപ്പോഴും ഈശോനോട് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇത് ആരാണോ ദൈവത്തിനോട് ചോദിച്ചത് ആ ഒരു വാക്ക് ദൈവത്തിൻ്റെ അടുത്തെത്തി. ഇനി നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുക. നിങ്ങൾക്കിനി പൈസയുടെ ആ ഒരു കുറവ് ഇനി അറിയേണ്ടി വരത്തില്ല. അത്രമാത്രം ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ വരും എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ ആൾ ആരാണോ ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ദൈവത്തിനോട് നന്ദി പറയുക നിങ്ങൾ. അതായത് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്, എൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് തന്നതിന് എന്ന് പറഞ്ഞ് നന്ദി പറയുക. ഇവിടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ലൈഫിൽ ഇനി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ദൈവം തന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും പാസ്റ്റിലെ എല്ലാ മുറിവുകളെയും ഹീലാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സഹായം നിങ്ങൾ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് സ്വയം നിങ്ങൾ ഹീലാവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സൊരിക്കലും വിഷമിക്കരുത്. മാനസികമായിട്ട് ഒരു വിഷമവും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്തോ മാനസികമായിട്ട് ഒരു വിഷമം നിങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് ഫ്രീ ആവാൻ നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. OCDയുടെ ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നതാണ്. വീണ്ടും പക്ഷേ ആ ഒരു OCDയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഭ്രമത്തിൻ്റെ ആ ഒരു സ്ഥിതിയിൽ കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഭ്രമം അതിൽ നിന്ന് പുറത്തു വരിക. നിങ്ങൾ ചില അഴുക്ക ചിന്തയാണ് നിങ്ങളെ വീണ്ടും OCDയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു അഴുക്ക ചിന്ത നിങ്ങൾ കളയുക. അത് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഒരിക്കലും നെഗറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് പറയത്തില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട് വരുന്നു. അത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നും തെറ്റായിട്ട് പറയുന്നില്ല, എങ്കിലും നിങ്ങൾ പേടിക്കുകയാണ്. ദൈവമേ, ഇതെന്താ എൻ്റെ കൂടെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൂടെ പ്രാർത്ഥന ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള തോട്ട്സ് വരുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടിയാണ് എല്ലാം ചെയ്യുന്നത്, പക്ഷേ എന്നിട്ടും എനിക്ക് എന്താ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നതെന്ന് നിങ്ങൾ ഈശ്വരനോടും ചോദിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്.
ഒരു ഉറക്കക്കുറവ് ചില ആൾക്കാർക്കുണ്ട്. ഉറക്കം നല്ല രീതിയിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് ഉണർന്നിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിലും ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഉറക്കഗുളിക ഉണ്ടെങ്കിൽ ഉറങ്ങാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയും ഇതുണ്ട്. അപ്പോൾ അതിലും ഒരു മാറ്റം ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയമുണ്ടാകും. സ്വയം നിങ്ങൾ നിങ്ങളെ ഹീലാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾ ഒരു സന്തോഷത്തിൻ്റെയും പിറകെ പോവത്തില്ല. സന്തോഷം ഇനി നിങ്ങളുടെ പിറകെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഈശ്വരനിൽ നിങ്ങൾ ഒത്തിരി വിശ്വാസം വയ്ക്കും ഇനി അങ്ങോട്ട്. കൂടാതെ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകും. ഇനി നിങ്ങളുടെ ആ ഒരു സ്വഭാവം വളരെ ബാലൻസിലായിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഇമോഷണലായിട്ട് ലോസ് ഒരിക്കലും നിങ്ങൾക്കുണ്ടാവത്തില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഭ്രമമായിട്ടുള്ള സ്ഥിതി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുറത്തു വരാൻ സാധിക്കും. ഇവിടെ എന്ത് രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ആയാലും അത് ഇനി നിങ്ങളെ എഫക്റ്റ് ചെയ്യത്തില്ല. ഇവിടെ ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് ബ്ലാക്ക് മാജിക്കിൽ നിന്നൊരു മോചനം ഉണ്ടാവണമെന്നാണ്. കാരണം ഈ ഒരു ബ്ലാക്ക് മാജിക് കാരണം നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തവരാണ്. കുറേ വർഷങ്ങളായിട്ട് ചില ആൾക്കാർ ബ്ലാക്ക് മാജിക് കാരണം വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതിൽ നിന്നൊരു മോചനം നിങ്ങൾക്കുണ്ടാവണം, നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആവണമെന്നാണ്. നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക് കാരണമാണ് നിങ്ങളുടെ ആ ഒരു സന്തോഷം പകുതി വച്ച് തടസ്സപ്പെട്ടത് എന്നാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സന്തോഷം ദൈവം ഇന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എഴുതി വച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യത്തിലെങ്കിൽ ആരെന്ത് തടസ്സം സൃഷ്ടിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എന്ത് ബ്ലാക്ക് മാജിക് ആയാലും അത് ഇനി നിങ്ങളുടെ അടുത്ത് ഉണ്ടാവത്തില്ല, അത് മാറിപ്പോകും. ഒരു രീതിയിലുള്ള നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ലൈഫിൽ ഒരു എഫക്റ്റും ചെയ്യത്തില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് അത്രമാത്രം പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്തൊരു നെഗറ്റിവിറ്റി ആയാലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും. ആ ഒരു എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ അത് പോവുക തന്നെ ചെയ്യും. നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റി പോകാൻ വേണ്ടി എന്ത് ഉപായം ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ ഒരു എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. അതായത് ഒരു സമയം സുഖം സ്ഥായി ആയിരിക്കത്തില്ല, ഒരു സമയം ദുഃഖം സ്ഥായി ആയിട്ടുണ്ടാവത്തില്ല. പിന്നെ എന്തുകൊണ്ട് നെഗറ്റിവിറ്റി സ്ഥായി ആയിട്ടുണ്ടാകും, അതും പോകാനുള്ള സമയം പോകും. നിങ്ങൾ ഹൃദയത്തിലും മനസ്സിലും ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക, നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റിവിറ്റിയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ. ആ ഒരു സ്വപ്നം നടക്കാൻ ഇനി ഒരു ഡിലേയും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അതായത് തടസ്സങ്ങളോ പോസ്റ്റ്പോണ്ടോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ പ്രകൃതി സ്വയം ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെന്ന്. ഇവിടെ ഇനി നിങ്ങൾ നോട്ടീസ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഉറപ്പായിട്ടും സ്റ്റാർട്ടാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ഇനി പതുക്കെ പതുക്കെയാണ് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളെപ്പോഴും ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്യുക, അതായത് നിങ്ങളുടെ ലൈഫിൽ റീകവറി ഉണ്ടായിട്ടുണ്ടോ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ റീകവറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ശുഭമായിട്ടുള്ള ഒരു സൂചനയാണ്, നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവാൻ പോകുകയാണ് എന്നുള്ളതിനുള്ള. അതായത് ചെറിയ രീതിയിൽ പല ചേഞ്ചസും വന്നിട്ട് വലിയ ഒരു ചേഞ്ചസ് ആയിരിക്കും പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അതായത് ഈ രീതിയിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവാത്ത സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ട് നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ചലഞ്ചസ് അവസാനിക്കാനുള്ള ശരിയായ ടൈം എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ ലൈറ്റ്, പോസിറ്റിവിറ്റി ഇതെല്ലാം വരാൻ പോവുകയാണ്. അതായത് പ്രകാശം വരാൻ പോവുകയാണ്. ചില ആൾക്കാർക്ക് ബ്ലൂ ബേർഡ്സ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് വളരെ നല്ല ഒരു പദ്ധതിയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ബ്ലൂ ബേർഡ്സ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോകുക. കൂടുതലായിട്ട് ഒരു കാര്യത്തിനെയും കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ തന്നെ ഇല്ലാതാക്കരുത്. ന്യായം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ എന്തോ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ആ ഒരു കഴിവ് അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും കിട്ടണം, ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും കിട്ടണമെന്നാണ്. എന്ത് കഴിവായാലും അത് കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണോ അതിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും, സ്റ്റാർ ആവുക തന്നെ ചെയ്യും.
അതായത് ഒരു വ്യക്തിക്ക് ആർക്കും അറിയില്ലായിരുന്നു കാണും, പക്ഷേ കുറേ സമയം കഴിയുമ്പോൾ ആ ഒരു വ്യക്തിയെ ഈ ലോകം തന്നെ അറിയുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി മാറുന്ന അവസ്ഥ. അങ്ങനെ എന്തോ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്, അങ്ങനെ നിങ്ങൾ സ്റ്റാറായി മാറും. അതായത് നല്ല പ്രസിദ്ധി നിങ്ങൾക്ക് ലഭിക്കും, നല്ല രീതിയിലുള്ള പ്രസിദ്ധി. അതായത് നിങ്ങളെ സ്റ്റാറാക്കി സെൻട്രലിൽ കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണോ നിങ്ങളുടെ കഴിവ്, എന്താണോ നിങ്ങളുടെ സ്വപ്നം, ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾ പോവൂ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യൂ. ഉറപ്പായിട്ടും ആ ഒരു സ്വപ്നം നിങ്ങളെ സ്റ്റാറാക്കി മാറ്റുന്നതാണ്. നിങ്ങളുടെ ആ ഒരു പ്രസിദ്ധി, നെയിം, ഫെയിം ഇതെല്ലാം നിങ്ങളുടെ ഭാഗ്യത്തിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരിക്കലും ആരെങ്കിലും തടുത്തോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾ എപ്പോഴും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ തടസ്സങ്ങളെയും ഫേസ് ചെയ്ത് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. നിങ്ങളായിട്ട് മാത്രമേ നിങ്ങളെ തടസ്സപ്പെടുത്തുവാൻ സാധിക്കുള്ളൂ, അല്ലാതെ വേറെ ആർക്കും നിങ്ങളെ തടസ്സപ്പെടുത്തുവാൻ സാധിക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് നിങ്ങൾ വേറൊരാൾക്കും കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം എപ്പോഴും. നിങ്ങളുടെ മുഖത്ത് സന്തോഷം വരണോ കരച്ചിൽ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അല്ലാതെ വേറൊരാളല്ല. അപ്പോൾ അത്രത്തോളം സ്ട്രോങ് ആവുക നിങ്ങൾ, നിങ്ങളുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും. ഇവിടെ നിങ്ങളുടെ കരിയറിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആത്മബന്ധനത്തിൽ ഏർപ്പെടുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണ് എന്ന്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കുക, എന്ത് കഴിവാണ് എനിക്കുള്ളത്, ഒന്നത് എനിക്ക് കാണിച്ചു തരാൻ. നിയറിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ തന്നെ ചേഞ്ച് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്താൻ വേണ്ടിയുള്ള സമയം മാത്രമേ ഉള്ളൂ. ആ ഒരു പോയിന്റിൽ എത്തിയാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. ഇവിടെ നിങ്ങൾക്ക് കഴിവ് അത്രമാത്രമുണ്ട്. ആ ഒരു കഴിവ് സർഫെക്സിൽ വന്നാൽ പിന്നെ ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ സ്പ്രെഡാക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണ് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ ആരും നിങ്ങളെ തടസ്സപ്പെടുത്തിയാലും നിങ്ങൾ അവിടെ ഒന്നും തടസ്സപ്പെട്ട് ഇരിക്കത്തില്ല. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ എന്തായാലും നിങ്ങളെ സെൻട്രൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ വലിയൊരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രാപ്തമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡിവൈൻ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പദ്ധതികൾ ഡിവൈനുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് വച്ചിട്ടുണ്ട് ഡിവൈൻ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്തോ ഒരു ബ്ലെസ്സിങ് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. ഇവിടെ എന്തോ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിനെ തന്നെ വളരെ നല്ല ഒരു രീതിയിലായിരിക്കും ചേഞ്ച് ആക്കുന്നത്. ഇവിടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ചില ആൾക്കാർ ഗവൺമെൻറ് ജോബിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആരും ഇനി നിങ്ങളെ ഇഗ്നോർ ചെയ്യത്തില്ല. നല്ല ഒരു ലൈഫായിരിക്കും നിങ്ങൾ ജീവിക്കാൻ പോകുന്ന, സെൻട്രൽ വരുന്ന ആ ഒരു ലൈഫ്. ഇവിടെ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ പുറത്ത് പോയി ചെന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തായാലും നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങളുടെ ഫേവറായിട്ട് വരികയാണ്. ഈ ഒരു സമയം നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടുമുണ്ട്. കൂടാതെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടുമുണ്ട്. നിങ്ങൾ ആ ഒരു സമയത്ത് ഇന്ന സ്ഥലത്ത് ആയിരിക്കും ഉണ്ടാവുക. ആ സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാവും. ഇവിടെ സമയം നിങ്ങളെ ഈ രീതിയിൽ ഗൈഡ് ചെയ്യും. അതായത് ശരിയായ സമയത്ത് ഒരു വ്യക്തി ശരിയായ സ്ഥലത്ത് ഉണ്ടാവുക. അങ്ങനെ ഇവിടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു പ്രഭാവമാണ് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നതെല്ലാം. ഭാഗ്യമില്ലാതെ ഒരു വ്യക്തിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകും, പക്ഷേ അവർ അവിടെ തന്നെ നിൽക്കും. പക്ഷേ ആവറേജ് ആയിട്ട് പഠിച്ച വ്യക്തി മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടും. ടോപ്പറായിട്ടുള്ള വ്യക്തി അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു, പക്ഷേ ആവറേജ് പഠിച്ച വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന്. ഞാൻ പറയുന്നത് കഠിനാധ്വാനം മാത്രം പോരാ, ഭാഗ്യവും കൂടെ വേണമെന്ന്. നിങ്ങൾക്കിവിടെ ഇത് രണ്ടും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണോ കഠിനാധ്വാനം ചെയ്യാൻ ഒരു മടിയുമില്ല. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടും ഈശ്വരൻ്റെ സപ്പോർട്ടും എല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ സമയം, അതായത് വരാൻ പോകുന്ന സമയം വളരെ നല്ലതായിരിക്കും. നിങ്ങൾ മോശകർമ്മമാണ് ചെയ്തതെങ്കിൽ വരാൻ പോകുന്ന സമയം കുറച്ച് പാടുള്ളതായിരിക്കും നിങ്ങൾക്ക്. ഇവിടെ
എത്ര സന്തോഷം നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ ഒരിക്കലും അഹങ്കാരം വയ്ക്കത്തില്ല. എല്ലാവരെയും സഹായിക്കുന്ന നേച്ചറോട് കൂടിയ വ്യക്തിയായിട്ട് എപ്പോഴും ഇരിക്കും നിങ്ങൾ. അതായത് പാസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എന്തായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് നിങ്ങൾ സ്വയം നോട്ടീസ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ സ്വയം ഹാപ്പിയാകും നിങ്ങളുടെ ആ ഒരു സ്വഭാവം കണ്ടിട്ട്. ദൈവമേ, ഇപ്പോൾ എൻ്റെ സ്വഭാവം എന്ത് മാറി, ഞാൻ മുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച്. ഇവിടെ നിങ്ങൾ മോശം രീതിയിലുള്ള ശബ്ദം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ ക്യാഷ് എപ്പോഴും നഷ്ടമായിക്കൊണ്ടേയിരിക്കും. അത് മെയിനായിട്ട് രാഹുവിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും സാറ്റർൻ്റെയും പ്രഭാവം കൊണ്ട് ഉണ്ടാകുന്ന നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സ്ഥിതികൾ ക്രിയേറ്റ് ആവും. നിങ്ങൾ മോശം വാക്കുകൾ പറയുന്ന രീതിയിലേക്കുള്ള സ്ഥിതികൾ ക്രിയേറ്റ് ആവും. പക്ഷെ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരിക്കലും നിങ്ങളെ ദോഷം പറയുന്നതല്ല. നിങ്ങളുടെ ലൈഫിലെ സാഹചര്യം അങ്ങനെ ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മോശം രീതിയിൽ സംസാരിക്കേണ്ട ആ ഒരു ഇത് വരും. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദേഷ്യത്തിന് നിങ്ങൾ മറ്റുള്ളവരോട് വളരെ മോശം രീതിയിലായിരിക്കും പറയുന്നത് അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്ക് അത് നിർദ്ധാരിക്കുന്നു നിങ്ങളുടെ ആ ഒരു കർമ്മത്തെ. അപ്പോൾ ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ആ സമയം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ ഈ ഒരു മോശം കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക ഒന്ന്. കാരണം എത്ര തന്നെ ദേഷ്യം വന്നാലും നിങ്ങൾ ആ ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള മോശം സ്ഥിതികൾ ക്രിയേറ്റ് ആവത്തില്ല. എനിക്കറിയാം നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യുന്നവരല്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൽ വരുന്ന വാക്കുകൾ അത് വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഞാനതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞത്. നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലെത്താൻ വേണ്ടി നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഗൈഡൻസോ ആരുടെയെങ്കിലും ഉപദേശമോ വേണമെങ്കിൽ അങ്ങനെ ഒരു ഉപദേശവും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ദൈവം ഒരു വ്യക്തിയുടെ രൂപത്തിൽ വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലെത്താൻ സാധിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ നല്ലതായി മാറും. ഇനി നിങ്ങളുടെ ലൈഫിൽ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഈവൻറ്റ്സ് ഒത്തിരി ഉണ്ടാകും. അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ട് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഈവൻറ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ആ ഒരു വർക്ക് എന്താണ് അതിനു വേണ്ടി പാഷനേറ്റ് ആയിട്ടിരിക്കുക, കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. അതായത് ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ലൈഫിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട സ്ഥിതി വന്ന് അപ്പോൾ ഉറപ്പായിട്ട് ആക്ഷൻ എടുക്കുക. ഇപ്പോൾ ഒന്നുമില്ല ചുമ്മാ ഇരിക്കുകയാണ്, പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു കോൾ വന്നു, നിങ്ങൾക്ക് ജോബ് ആവശ്യത്തിന് ഉള്ള കോളായിരിക്കാം, എന്തെങ്കിലും ഒരു സന്തോഷം പെട്ടെന്നായിരിക്കും നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആക്ഷൻ നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആകും. അപ്പോൾ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുക. ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള 9 ദിവസത്തിനുള്ളിൽ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കോൾ വരും, ഒരു സന്തോഷ വാർത്തയായിരിക്കും അത്. അതായത് സമയം ഫാസ്റ്റായിട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ദിവസങ്ങളും ഫാസ്റ്റായിട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ചേഞ്ചസും ഫാസ്റ്റായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, റിലേഷൻഷിപ്പും നല്ലതായിട്ട് പോകും. നിങ്ങളുടെ ലൈഫിൽ മാരേജിൻ്റെ ആ ഒരു സംഭാവന ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽ ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.